നമ്മൾ ഈ സ്കൂളിംഗ് ലൈഫ് കഴിഞ്ഞ് കോളേജ് ലൈഫിലോട്ട് കയറുന്ന സമയത്ത് ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളുണ്ട്. ഇപ്പം എൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും പ്രോപ്പർ ഷെഡ്യൂൾഡ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ സ്കൂളിംഗ് നാട്ടിൽ തന്നെ ചെയ്തിരുന്നത്. അപ്പം നാട്ടിൽ പഠിച്ച സമയത്ത് എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഞാൻ പഠിക്കുന്ന ടൈമിങ്സുകളായിക്കോട്ടെ, എല്ലാത്തിലും ഒരു പ്രോപ്പർ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പക്ഷേ കോളേജ് ലൈഫിലോട്ട് ചെല്ലുമ്പോൾ നമ്മളെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു തരാനോ ആരും തന്നെ ഉണ്ടാവത്തില്ല. സോ ആ സമയത്താണ് നമ്മുടെ പല കാര്യങ്ങളും ഒന്നും ഷെഡ്യൂൾഡ് അല്ലാതെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല, രാവിലെ പഠന ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ നമുക്ക് സംഭവിക്കാറുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ കോളേജ് ലൈഫിൽ നമ്മുടെ കരിയറിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് മാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്: എങ്ങനെ നിങ്ങളുടെ കോളേജ് ലൈഫ് നല്ല രീതിയിൽ ലീഡ് ചെയ്യാം. ഒന്നാമത്തത് ഇൻഡിപെൻഡന്റ് ലേണിംഗ് ആണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ ആരും വല്ലാതെ ക്യാപ്സൂൾ ആക്കിയൊന്നും നമുക്ക് എഡ്യൂക്കേഷൻ തരത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫായിട്ട് പഠിക്കേണ്ടി വരും. കാരണം നമുക്കൊരു കോളേജ് ലൈഫിൽ കിട്ടുന്നത് നോളജ് മാത്രമാണ്. ഈ കിട്ടുന്ന നോളജിനെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് ബുക്സിൽ നിന്ന് കിട്ടുന്ന നോളജ് അല്ലാണ്ട് നമ്മുടെ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. കാരണം യൂണിവേഴ്സിറ്റി സിലബസിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ കുറച്ച് ബാക്കിലോട്ടുള്ള ടെക്നോളജികളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നിലവിൽ എന്തെങ്കിലും ഒരു ട്രെൻഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ മോസ്റ്റ് ട്രെൻഡിങ് കൺസെപ്റ്റുകൾ ചിലപ്പോൾ നമുക്ക് റെഫറൻസ് എടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ ഹെൽപ്പും കൂടെ നമ്മൾ മസ്റ്റായിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യാനും നമ്മുടെ മൈൻഡിനെ പഠിക്കുന്നതിനകത്തോട്ട് കൊണ്ടുവരാനും കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് സെൽഫായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിന് നമ്മൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ മീഡിയ വഴി മാത്രമല്ല, നമ്മുടെ എല്ലാ കോളേജസിലും നല്ല രീതിയിലുള്ള ലൈബ്രറികൾ ഉണ്ടാവും അല്ലേ. സോ നമ്മൾ പഠിക്കുന്ന പല സബ്ജക്റ്റുകളും നമുക്ക് ലൈബ്രറിയിലെ ബുക്സുകളിൽ നിന്ന് റെഫറൻസ് എടുക്കാം. സോ അങ്ങനെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ട്രൈ ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾ കോളേജിൽ നിന്ന് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൂടെ നോളജ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് കൺസിസ്റ്റൻസി. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ഒക്കെ കുറച്ച് കാലത്തേക്ക് മാത്രം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഡ്രോപ്പ് ചെയ്യാനും പാടില്ല. നിങ്ങൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ്. എത്ര വലിയ കരിയറിൽ ചെന്നാലും അറിവെന്നും എടുത്തുകൊണ്ടിരിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും ഒരു സെമ്മ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെമ്മിലോട്ട് പോകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഉഴപ്പാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ റെഫറൻസുകളിലൂടെയും ബുക്സിൽ നിന്നൊക്കെ മാക്സിമം നോളജ് ഗ്രാസ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്ഫുൾ കരിയർ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ പേഴ്സണൽ കെയർ ആണ്. അതായത് നമ്മൾ സ്റ്റുഡൻറ്റ് ലൈഫിൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു വലിയ കാര്യമാണ് നമ്മുടെ പേഴ്സണൽ കെയർ. അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കാറേ ഇല്ല. പ്രോപ്പർ ഡയറ്റ് ഉണ്ടാവത്തില്ല, പ്രോപ്പർ എക്സസൈസ് ഉണ്ടാവത്തില്ല, പ്രോപ്പർ ആക്ടിവിറ്റീസ് ഉണ്ടാവത്തില്ല. ഇപ്പം എൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കോളേജ് ലൈഫിൽ ചെന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രശ്നങ്ങളായിരുന്നു. ഞാൻ പ്രോപ്പറായിട്ട് എക്സസൈസുകളൊന്നും ചെയ്യത്തില്ലായിരുന്നു, ഡയറ്റിംഗ് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാവിലെ തന്നെ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും രാവിലെ എത്ര തന്നെ ടൈം ഡിലേ ആയാലും ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റായിട്ട് കഴിക്കുക. 9 to 9 എന്നാണ് ശരിക്കും അതിൻ്റെ പോളിസി. രാവിലെ 9 മണിക്ക് മുന്നേ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുക, രാത്രിത്തെ ഡിന്നറും 9 മണിക്ക് മുന്നേ കഴിച്ചിരിക്കുക. സോ ഇതാണ് ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അവർ സ്കിപ്പ് ചെയ്യുന്നത്? പ്രോപ്പർ ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട്. കാരണം ഒന്നുകിൽ അവർ രാവിലെ കോളേജിന് ടൈമിങ്ങിന് തൊട്ട് ഒരു 5-10 മിനിറ്റ് മുന്നേക്ക് ആയിരിക്കും എണീക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ഗ്യാപ്പ് അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് ഷെഡ്യൂളുകൾ ഉണ്ടാക്കണം. രാവിലെ ഇത്ര മണിക്ക് എണീക്കണമെന്നും ഇത്ര മണിക്ക് നമ്മൾ ജിമ്മിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗെയിംസ് കളിക്കാൻ എന്തെങ്കിലും പോകണം. സോ ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റികളിലൂടെ മാത്രമേ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടൈമിങ്ങിന് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്, നമ്മൾ വെള്ളം കുടിക്കാറില്ല അല്ലേ. നമ്മൾ ചെറിയ പ്രായത്തിലെന്ന് പറയുമ്പോൾ ആ ഒരു സ്കൂളിംഗ് ടൈമിലൊക്കെ നമ്മുടെ പേരൻസ് ബോട്ടിൽ നമുക്ക് വെള്ളം തന്നയക്കും, അല്ലെങ്കിൽ അവർ ഫോഴ്സ് ചെയ്ത് നമ്മളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും. പക്ഷേ കോളേജ് ലൈഫിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് നമ്മൾ കുടിച്ചിരിക്കണം. കോളേജ് ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബോട്ടിലെങ്കിലും മിനിമം ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ്
ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. കാരണം നമ്മൾ നമ്മുടെ നാട് വിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ തമിഴ്നാടോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ക്ലൈമറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. സോ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് മാക്സിമം എപ്പോഴും നിങ്ങൾ വെള്ളം കുടിക്കുക. സോ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്പുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഡയറ്റിങ്സ്. കറക്റ്റ് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവണം. നിങ്ങൾ ഒരുപാട് ഓയിലായിട്ട്, കാരണം നമ്മൾ പുറത്ത് പോയി പഠിക്കുന്ന സമയത്തൊക്കെ കൂടുതലും ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ഓയിൽ ഫുഡൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്ക് അത് കഴിക്കാം, ഞാൻ കഴിക്കരുതെന്ന് പറയുന്നില്ല, പക്ഷേ അതിനൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാവണം. എപ്പോഴും നിങ്ങളത് കഴിച്ച് നിങ്ങളുടെ ഹെൽത്തിനെ നശിപ്പിച്ച് കളയരുത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ പേഴ്സണൽ കെയറിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്ലീപ്പാണ്. കോളേജ് ലൈഫിൽ കൂടുതൽ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാറില്ല അല്ലേ. നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 10 മണി 11 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പേരൻസ് വന്ന് നമ്മളെ പുഷ് ചെയ്ത് നമ്മൾ ഉറക്കാറുണ്ട്. കാരണം ചിലപ്പോൾ രാത്രി ഒന്ന് ലൈറ്റിട്ട് TV ഒന്നും കണ്ടിരിക്കാൻ അവർ സമ്മതിക്കത്തില്ല. പക്ഷേ കോളേജ് ലൈഫിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോസ്റ്റൽസിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൂമൊക്കെ എടുത്തായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ 1 മണിയാവും, അല്ലെങ്കിൽ 2 മണിയാവും, അല്ലെങ്കിൽ 3 മണിയാവും. ഇനി രാവിലെ ഇതൊക്കെ കൊണ്ടായിരിക്കാം നമുക്ക് പ്രോപ്പറായിട്ട് എണീക്കാൻ പറ്റാത്തതും, അതുകൊണ്ടായിരിക്കാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഉറക്കം ഒന്ന് ശരിയായാൽ തന്നെ രാവിലെ നമുക്ക് പ്രോപ്പർ ഒരു 7 മണി 6 മണിക്കൊക്കെ നമുക്ക് എണീറ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം, ഇല്ല ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ആവാതെ കഴിക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ ഉറക്കമാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 9 മണിക്ക് മുന്നേ നമ്മുടെ ഡിന്നർ കഴിഞ്ഞ് ഒരു 10 മണി 11 മണിക്ക് ഉള്ളിൽ നമ്മൾ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. മിനിമം ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിനൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആവത്തുള്ളൂ. അപ്പം മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എത്ര പഠിച്ചിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കണം. അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി അടുത്തൊരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ടൈം ഫോർ യുവർ സെൽഫാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രാവർത്തികമാക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പറായിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ പറയുന്ന ടൈമിങ്ങുകളെല്ലാം ഓരോ ടൈം അനുസരിച്ച് നിങ്ങൾ മാറ്റുകയും ചെയ്യണം. എക്സാമിൻ്റെ ടൈമിംഗ് പീരീഡിലുള്ള ടൈം ടേബിൾ വേറെ ആയിരിക്കും, അതേസമയത്ത് നിങ്ങളുടെ നോർമൽ റെഗുലർ ഡേയ്സിലുള്ള ടൈം ടേബിൾ വേറെ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റേതായ ടൈം നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത വളരെ വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡിപെൻഡൻസ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കോഴ്സ് തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇഷ്ടത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് ലൈഫും കിട്ടത്തുള്ളൂ. നിങ്ങളെ വളരെ സന്തോഷമായിട്ട് പഠിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല. നിങ്ങളുടെ ശരീരം ഈ കോളേജിലും നിങ്ങളുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെയാണോ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് 100% നിങ്ങൾ ഉറപ്പുവരുത്തുക. ക്യാമ്പസ് റിസോഴ്സസ്. നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഒരുപാട് റിസോഴ്സസ് ആണ്. ലൈബ്രറി ഉണ്ടാവും, അതുപോലെ ചിലപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും, ജിം ഉണ്ടാവും, ക്ലബ് ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസസ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള മാക്സിമം കാര്യങ്ങൾ നിങ്ങളുടെ കോളേജ് ലൈഫിൽ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും മറ്റ് ക്ലാസ്സുകളിലേക്ക് സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നതും. സോ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റേറ്റ് വിട്ട് അതർ സ്റ്റേറ്റിൽ പോവുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഗ്രൂപ്പിസംസ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ മലയാളികളാണെങ്കിൽ ഞങ്ങൾ മലയാളി ഫ്രണ്ട്സ് മാത്രമേ മിങ്കിൾ ആവത്തുള്ളൂ, നമുക്ക് സെപ്പറേറ്റ് ഒരു ഗ്യാങ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്ന കോളേജ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ ഈവൻറ്റുകളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുമായിട്ടും എല്ലാ ക്ലാസ്സിലെ കുട്ടികളായിട്ടും മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങളാണ് കിട്ടുന്നത്. സോ ആ സമയത്ത് അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അതും നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അടുത്ത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ സെറ്റിംഗ് എന്നുള്ളത്. നിങ്ങൾക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാവണം. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിനെ എങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നും ഏത് രീതിയിൽ പഠിക്കണമെന്നും പഠിക്കുന്നതിനോടൊപ്പം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രോപ്പർ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ പോകണമെന്നായിരിക്കും ആഗ്രഹം.
അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒന്നുകിൽ IELTS ക്ലിയർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ഈ കാര്യം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളായി എന്ന് വരത്തില്ല. സോ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3rd ഇയർ എത്തുമ്പോൾ തന്നെ IELTSനോ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങിനോ പോവാം. കാരണം ആ ഒരു ടൈമിങ്ങിലൊക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടും. സോ ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഇൻടേക്കിൽ തന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഒരു പ്ലാൻ ഇല്ലെങ്കിലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഒരു 1 ഇയറോളം നമുക്ക് വേസ്റ്റ് ആവും. ഈ പറഞ്ഞ IELTS ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ സ്കിൽ ട്രെയിനിങ്ങോ ഈ പറഞ്ഞ ലാംഗ്വേജ് ട്രെയിനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം ലാഗ് ആയിട്ടായിരിക്കാം നമുക്ക് വീണ്ടും അടുത്ത ജർമ്മനിയിലോട്ടുള്ള ഇൻടേക്ക് കിട്ടുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മുടെ ടൈമിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നമുക്ക് പോവാം. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ എബ്രോഡോട്ട് പോകാനാണോ പ്ലാൻ ചെയ്യുന്നത്, അല്ല ഇന്ത്യയിൽ നിങ്ങൾക്ക് നല്ല കമ്പനീസിൽ ഏതെങ്കിലും ഹയറായി ജോബ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി അടുത്തൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽ ട്രെയിനിങ്ങുകൾ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സെയിം കോഴ്സ് പഠിച്ച് പാസ് ഔട്ടായ ആൾക്കാരെയും അതുപോലെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള നെറ്റ്വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ ആ നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു പ്രോപ്പർ കരിയർ പ്ലാനും കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. സോ അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള ഐഡിയാസും കൂടെ നിങ്ങൾക്ക് കിട്ടും. സോ പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തി അത് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാം. സോ അതുകൊണ്ടാണ് പ്രോപ്പറായിട്ടൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് കോളേജിനകത്ത് ഒരു ബുജിയായിട്ട് നടക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളെ കോളേജ് ലൈഫ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യണം. വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ഇപ്പം തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്ന ടിപ്പുകളും നിങ്ങൾ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ വളരെയധികം നല്ലൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഫീൽ തരും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് മാനെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.